ഇനി ആറാം ഭാവം കഴിഞ്ഞു. കേസ് വഴക്കുകൾ അതെല്ലാം ആറാം ഭാവമാണ്. ഇനി ഏഴാം ഭാവം. ഏഴാം ഭാവം എന്ന് പറയുന്നത് മാരേജ്, വിവാഹത്തിന്റെ സ്ഥാനമാണ് ഏഴ്. ലീഗൽ പാർട്ണർഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ലീഗൽ പാർട്ണർഷിപ്പുകൾ ഏഴാം ഭാവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരാൾ ബിസിനസ്സിന് വന്നു കഴിഞ്ഞാൽ അത് ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ബിസിനസ് ഏഴാം ഭാവമാണ്. അതിന് ഇദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ആയിരുന്നാലും വേറൊരു പാർട്ട്ണറെ ചേർത്തുകൊണ്ടുള്ള ബിസിനസ് ആയിരുന്നാലും ഏഴാം ഭാവമാണ് ബിസിനസിന്റെ സ്ഥാനം. റീറ്റെയിൽ, അതായത് നമ്മൾ ഡെയിലി ഇന്ററാക്ഷൻ, ഓരോ ആൾക്കാരോട്, ജനങ്ങളോടുള്ള ഡെയിലി ഇന്ററാക്ഷൻ ഒക്കെ ഏഴാം ഭാവമാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബിസിനസ്സുകളെല്ലാം ഏഴാം ഭാവമാണ്. പിന്നെ വരുന്നത് ഡെയിലി സെയിൽ ആൻഡ് പർച്ചേസ്, അതെല്ലാം ഏഴാം ഭാവം വരും. വൈഫ്, ഹസ്ബൻഡ് ഏഴാണ്. ഷെയറിംഗ് ഓഫ് മെറ്റീരിയൽസ് ഓർ നോളജ്, അറിവ് കൊടുക്കുന്നതും അറിവ് ഷെയർ ചെയ്യുക, മെറ്റീരിയൽ ഷെയർ ചെയ്യുക, ഇതെല്ലാം ഏഴാം ഭാവമാണ്. കസ്റ്റമർ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കസ്റ്റമർ, നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ എതിർകക്ഷി, ഇതെല്ലാം ഏഴാം ഭാവം. നമ്മുടെ എതിരായിട്ട് നിൽക്കുന്നവർ എല്ലാം ഏഴാം ഭാവം. ഇപ്പൊ എനിക്ക് പൈസ കിട്ടണം, ഞാനൊരു സ്റ്റോർ ഇട്ടിരിക്കുകയാണ്, അപ്പൊ എനിക്ക് എതിരെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടൂ. അപ്പോൾ ആ നിൽക്കുന്ന ആള് ഏഴാം ഭാവം. എന്റെ പാർട്ണർ, ലൈഫ് പാർട്ണർ ഏഴാം ഭാവം. എനിക്ക് തനിക്ക് തുല്യം വന്ന് മുന്നിൽ നിൽക്കുന്ന ആൾ, അത് ഏഴാം ഭാവം. പിന്നെ മീറ്റിംഗ് നടത്തുന്നതെല്ലാം ഏഴാം ഭാവമാണ്. സെക്കൻഡ് ചൈൽഡ്, രണ്ടാമത്തെ കുട്ടി. നമ്മൾ ആദ്യത്തെ കുട്ടിയെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിച്ചു, രണ്ടാമത്തെ കുട്ടിയെ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം. റെസ്പെക്ടിങ് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കൽ ഏഴാം ഭാവമാണ്. പിന്നെ നമ്മൾ ചെറിയ മുറുക്കാൻകട ആയിരുന്നാലും എല്ലാ ഔട്ട്ലെറ്റുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെല്ലാം ഏഴാം ഭാവം കൊണ്ട് ബന്ധപ്പെട്ട് വരും. ഈ ഡിപ്രഷനെ സൂചിപ്പിക്കുന്ന ഭാവം എട്ടാം. ഡിപ്രഷൻ വരിക എന്ന് പറയുന്നത് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്. ഈ ഡിപ്രഷൻ മാറണമെങ്കിൽ ആൾക്കാരുമായിട്ട് സഹവസിക്കണം. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏഴാം ഭാവം കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇടപഴകൂ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ യാത്ര പോകൂ, ഇടപഴകൂ എന്നൊക്കെ പറയാനുള്ള കാരണം ഡിപ്രഷൻ കുറയ്ക്കണമെങ്കിൽ അതിന്റെ എട്ടിന്റെ ഏഴാം ഭാവം, അത് ഏഴാണ് ഡിപ്രഷൻ കുറയ്ക്കുന്ന സ്ഥാനം. സഡൻ ഡെത്തും പറയുന്നുണ്ട്. സഡൻ ഡെത്ത്, പെട്ടെന്നുള്ള മരണം, നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നുള്ള മരണം, അതും ഏഴാം ഭാവത്തിൽ വരും. ഇത് ഇത്ര ഏഴാം ഭാവമാണ്. ഏഴാം ഭാവം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ജനങ്ങളുമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനാവാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന, ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന, തനിക്ക് തുല്യം ജനങ്ങളെ കാണുന്ന ആള് ഏഴാം ഭാവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരും. അതിന് ഏഴാം ഭാവം അങ്ങനെ ഏഴില് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അതേ ഫലം, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ്, ആ ഭാവമായിട്ട് അയാൾക്ക് സോൾ കണക്ഷൻ. എട്ടാം ഭാവം ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഭാവം എന്ന് പറയുന്നത് എട്ടാണ്. പ്രഡിക്ഷൻ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് എങ്ങനെ പെരുമാറും, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റാത്ത ഭാവം എട്ടാണ്. പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലം എട്ടാം ഭാവത്തിൽ കിടപ്പുണ്ട്. ഡിപ്രഷൻ എട്ടാം ഭാവമാണ്. ഡിലേ, കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്, അത് ഇന്ന് വേണ്ട, ഇപ്പൊ നാളെ നമുക്ക് ചെയ്യാം, ഹോംവർക്ക് ഇന്ന് എടുത്തു വെച്ചിട്ട് ഇപ്പം കുഴപ്പമില്ല, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്തിടാം, ഈ ഡിലേ ചെയ്യുന്നതെല്ലാം എട്ടാം ഭാവമാണ്. കാര്യങ്ങൾ നമ്മൾ നീട്ടിവെക്കുന്നതെല്ലാം എട്ടാം ഭാവം. അഡിക്ഷൻ, നമ്മൾ അഡിക്റ്റ് ആവില്ല, ഒരു വിഷയത്തിൽ അഡിക്റ്റ്, മൊബൈൽ അഡിക്റ്റ് ആയിരുന്നാലും, ലിക്കർ അഡിക്റ്റ് ആയിരുന്നാലും, എന്ത് സബ്ജക്റ്റിലുള്ള അഡിക്റ്റ് ആയിരുന്നാലും, സ്പിരിച്വാലിറ്റിയിലുള്ള അഡിക്റ്റ് ആയിരുന്നാലും, ഏത് മേഖലയിലുള്ള അഡിക്ഷൻ വരുന്നത് എട്ടാം ഭാവമാണ്. അപ്പൊ ലഹരി എട്ടാം ഭാവമാണ്. ആക്സിഡന്റ് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കും. എല്ലാ തരത്തിലുള്ള പെയിനും, ആൾ കൈൻഡ് ഓഫ് പെയിൻ, ഏത് തരത്തിലുള്ള വേദനകളും എട്ടാം ഭാവമാണ്. ബ്ലാക്ക് മണി, ഇല്ലീഗൽ മണി, അത് എട്ടാം ഭാവമാണ്. അപ്പോഴേ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണവും ബ്ലാക്ക് മണികളെല്ലാം എട്ടാം ഭാവത്തിൽ വരും. റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, റിസർച്ച് ചെയ്യുന്ന വിഷയം, ഇതെല്ലാം എട്ടാം ഭാവമാണ്. എട്ടാം ഭാവം ഒരു ആസ്ട്രോളജർക്ക് എട്ടാം ഭാവം നല്ല കണക്ഷൻ വരികയാണെങ്കിൽ 5, 9 കണക്ഷൻ 8ന് കൂടെ കണക്ട് ചെയ്യണ നല്ല ആസ്ട്രോളജർ ആയിരിക്കും. അദ്ദേഹം റിസർച്ച് ചെയ്യും.
കൂടുതൽ ഡീപ്പായിട്ട് പോകും. ഒരു വിഷയത്തിന് ഉള്ളിലോട്ട് ഡീപ്പ് ഇൻസൈഡ് എനി സബ്ജക്ട്, ഏത് വിഷയത്തിന്റെയും ഉള്ളിലോട്ട് കയറി പോകുന്നത് 8ാം ഭാവം കണക്ട് ചെയ്യുമ്പോഴാണ്. പാരമ്പര്യ വിഷയങ്ങളെല്ലാം 8ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അതിന് അസുഖമായിരുന്നാലും പാരമ്പര്യമായിട്ട് കിട്ടുന്ന ധനമായിരുന്നാലും അതെല്ലാം 8ാം ഭാവത്തിൽ വരും. ഒക്കൾട്ട് സയൻസ്, ഒക്കൾട്ട് അത് ആസ്ട്രോളജി വരും, തന്ത്ര മന്ത്ര എല്ലാം അതിനകത്ത് കയറി വരും. ഒക്കൾട്ട് സയൻസ് എല്ലാം 8ാം ഭാവത്തിൽ വരും. ടെക്നിക്കൽ ആക്ടിവിറ്റി, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ആക്ടിവിറ്റീസ് എല്ലാം 8ാം ഭാവം വരും. ഈ ലോഞ്ചിവിറ്റി, ആയുസ്, അത് 8ാം ഭാവമായിട്ട് വരും. സഡൻ ലോസ്, പെട്ടെന്നുള്ള നഷ്ടം, അതുപോലെ പെട്ടെന്നുള്ള ലാഭം, അത് 8ാം ഭാവമാണ്. പിന്നെ ഇൻഷുറൻസ്, നിങ്ങളുടെ ഇൻഷുറൻസുകളെല്ലാം 8ാം ഭാവമാണ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നാലും വാഹനങ്ങളുടെ ഇൻഷുറൻസ് ആയിരുന്നാലും എല്ലാം. പി എഫ് 8ാം ഭാവമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണികൾ, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പൈസ കിട്ടില്ലേ, അത് 8ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. സ്ത്രീധനം 8ാം ഭാവമാണ്. വൈഫിൽ നിന്ന് കിട്ടുന്ന ധനം 8ാം ഭാവമാണ്. രഹസ്യ പ്രവൃത്തികൾ, ഒളിപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, രഹസ്യം പറയുന്നത് 8ാം ഭാവമാണ്. പിന്നെ വന്നത് ധനപീഡ, സാമ്പത്തിക നഷ്ടം 8ാം ഭാവം കൊണ്ട് പറയും. രോഗപീഡ, അതും 8 കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അസുഖം കൊണ്ടുള്ള പീഡ പറയും. മാനസിക പീഡ, നമ്മളെ മാനസിക പിരിമുറുക്കങ്ങൾ, ടെൻഷൻ, അത് 8ാം ഭാവത്തിൽ കണക്ട് ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശസ്തി, നമ്മൾ വിചാരിക്കാതെ ഒരു ദിവസം കിടന്നുറങ്ങി പിറ്റെന്നായിരിക്കും നമ്മൾ വൈറലാവുന്നത്. വീഡിയോ ആയിരുന്നാലും എല്ലാം ഒരു ദിവസം കിടന്നുറങ്ങി പിറ്റെന്നായിരിക്കും നമുക്ക് പ്രശസ്തി വരുന്നത്. അത് കുപ്രസിദ്ധിയാവാം, പ്രശസ്തിയാവാം. അതൊരു ചിലപ്പോൾ ഒരു ആക്സിഡന്റ്, ഇതാവാൻ അവരെ കിട്ടിയതാവാം, മരിച്ചു, ഇന്ന അടുത്ത ആളായിരുന്നു, പാവമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ, നമ്മൾ കേൾക്കൂല പക്ഷെ ആൾക്കാർ കേൾക്കും. നമ്മൾ മരിച്ചു പോയിട്ടായിരിക്കും ചിലപ്പോൾ പ്രശസ്തി കിട്ടുന്നത്. ഇതുപോലുള്ള കുപ്രസിദ്ധികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ CC ക്യാമറ കവർ ചെയ്തിട്ട് നാട്ടുകാർ മൊത്തം കാണും, നമ്മളെ നാണം കെടും. അങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രശസ്തി, നമ്മളെ പ്രതീക്ഷിക്കാതെയുള്ള പ്രശസ്തികളും കുപ്രസിദ്ധിയും, ഇതെല്ലാം 8ാം ഭാവം വരും. ശരീരം അനങ്ങാതെ കിട്ടുന്ന ധനം, അധ്വാനിക്കാതെ കിട്ടുന്ന ധനം, അത് 8ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ പേടിപ്പിക്കുന്നത് 8ാം ഭാവമാണ്. നമ്മൾ ഇപ്പൊ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് ഒരാളുടെ മോമം തടസ്സപ്പെടുത്തുക, അത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. 8ാം ഭാവമാണ്. നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഒക്കൾട്ട് സയൻസ് 8ാം ഭാവം, 8ാം ഭാവം കണക്റ്റഡ് ആണ് എന്റെ, അതുകൊണ്ടാണ് ഈ വിഷയം പറയാം. പിന്നെ പ്രശസ്തി, ഒളിഞ്ഞിരിക്കുന്ന ധനങ്ങൾ, നിധി, ഒളിഞ്ഞിരിക്കുന്ന ധനങ്ങളെല്ലാം, ഒളിപ്പിച്ചു വെക്കുന്ന ധനങ്ങളെല്ലാം 8ാം ഭാവമാണ്. ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ടാക്സ് കൊടുക്കുന്നത്, GST 8ാം ഭാവമാണ്. ഓഡിറ്റിംഗ് ചെയ്യുന്നത് 8ാം ഭാവമാണ്. സർജറി 8ആണ്. ഡാമേജ്, ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഡാമേജ് ആവുന്നത് 8ാം ഭാവമാണ്. പൊട്ടുക, വാങ്ങിച്ചുകൊണ്ട് വന്ന മൊബൈല് ഓൺ ദ സ്പോട്ടിൽ തലയിൽ പൊട്ടുക, കുറച്ച് ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പൊട്ടുക, അത് 8ാം ഭാവത്തിന്റെ കണക്ഷൻ കൊണ്ടായിരിക്കും. വസ്ത്രം പുതിയതാണ്, എടുത്തിടാതെ വെച്ചേക്കുന്നതായിരിക്കും, അന്ന് ഇട്ടുകൊണ്ട് പോകണതിന്റെ അന്ന് കറയാവും, ഡാമേജ് ആണ്. എന്ത് സാധനം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വരുത്തുന്ന നഷ്ടം, ഡാമേജ്, അത് 8ാം ഭാവമായിട്ട് കണക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരും ക്ലാസ്സുകളിൽ പറയും, 8ാം ഭാവം 4ാം ഭാവമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം വീട്ടിൽ എന്തോ സാധനം ഡാമേജ് ആണ്. അവിടെ ബാക്കി ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളോട് കണക്ട് ചെയ്യും. ഇത് ഹൗസ് ഗ്രൂപ്പിംഗിൽ ഞാൻ പറഞ്ഞുതരും. ഇതാണ് ലോജിക്. ഈ ഓരോ ഭാവങ്ങളെ നമ്മൾ ചേർക്കുമ്പോഴാണ് നമുക്ക് KP റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഭാവങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചിരിക്കണം. അത് നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് ലോജിക്ക് നിങ്ങൾ പറഞ്ഞു തരും. അത് നിങ്ങൾ ഹൗസ് ഗ്രൂപ്പിങ്ങിന് ഓരോ വിശദീകരിച്ച് നമ്മൾ പോകും. 8ാം ഭാവം 4, ചന്ദ്രൻ, സപ്പോസ് എക്സാമ്പിൾ ചന്ദ്രൻ ജലകാരകനാണ്, 4ൽ നിൽക്കുമ്പോഴത്തേക്ക് 8ഉമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അയാളുടെ വീട്ടിലെ പ്ലംബിംഗ് സാധനങ്ങളെല്ലാം പ്രശ്നമായിരിക്കും, ലീക്കേജ് കാണും, പ്ലംബർമാർ വന്ന് കയറി പോകേണ്ട അവസ്ഥ വരും 8ാം ഭാവമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ. ചന്ദ്രന് ശനിയുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് ഡ്രെയിനേജാണ്, കക്കൂസ് കുഴിയോ നമ്മളെ അഴുക്ക് ചാലുമായിരിക്കും. ചന്ദ്രൻ പാപഗ്രഹങ്ങളോ മീൻസ് നാച്ചുറൽ ആയിട്ട് നൈസർഗിക പാപന്റെ ബന്ധമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അയാളുടെ കുടിവെള്ളത്തിന്റെ കണക്ഷനാണ് വീക്കാവുന്നത്. അതിപ്പോ പമ്പായിരുന്നാലും മോട്ടറായിരുന്നാലും എല്ലാം അത് നമ്മുടെ യുക്തിയാണ്. അതാണ് KPയുടെ ഫലം നിർണ്ണയിക്കുന്നത്. അതാണ് ഡാമേജ് എന്ന ഭാവം 8ആണ്. അപ്പൊ ഈ ഒരു കാരകത്വവും നിങ്ങൾക്ക് കളയാനില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്നു.
ഇതാണ് KP എന്നല്ല, നിങ്ങൾക്ക് ട്രഡീഷണലിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന കാരകത്വങ്ങളാണ്. ഇത് വെച്ചാണ് ഫലം. KP പ്രത്യേകിച്ച് വേറെ റൂൾസ് ഒന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് നിയമങ്ങളും കൂടെ പഠിച്ചാൽ മതി, ഇത് എങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യും. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, അത് നമ്മൾ ഇപ്പൊ ഗ്രഹങ്ങളുടെ കാലത്ത് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതില് ഡാമേജ് വരുന്നത് ഈ നിരീശ്വരവാദിയെ ചിന്തിക്കുന്നത്, അവന് ഇപ്പൊ അമ്പലത്തിൽ പോകാൻ താല്പര്യമില്ല, ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആള്, അത് എത്തിസ്റ്റ് നമ്മൾ പറയില്ലേ, അത് 9-ാം ഭാവം, 8-ാം ഭാവം. 8-ാം ഭാവം എന്ന് കഴിഞ്ഞാൽ എത്തിസ്റ്റ് ആണ്. അയാളുടേതായിട്ടുള്ളൊരു 8-ാം ഭാവം തന്നെയാണെങ്കിൽ എന്റെ മനസ്സിലാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരനൊന്നും ഇല്ല എന്ന് തർക്കിക്കുന്നതും ആ ഭാവത്തിൽ ചിന്തിക്കുന്നതും എല്ലാം ലക്കിൽ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, സ്വന്തം അധ്വാനത്തിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം 8-ാം ഭാവമായിട്ട് വരും. ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, മാറാത്ത അസുഖം. 6-ാം ഭാവം ഓൾറെഡി ഡിസീസായി, പക്ഷെ 8ഉം കൂടെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഗ്രൂപ്പിംഗ് ആണ്, 8ഉം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാത്ത അസുഖമായിരിക്കും, ചികിത്സിച്ചാൽ പോലും ഭേദമാവാത്ത അസുഖമായിരിക്കും. ഈ ദേഷ്യം, മുൻകോപം, അത് 8-ാം ഭാവമാണ്. അച്ഛന്റെ നഷ്ടം, ലോസിംഗ് ഓഫ് ഫാദർ, അത് 8-ാം ഭാവമാണ്. പിന്നെ നാച്ചുറൽ കലമിറ്റീസ്, അതായത് ഈ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അപകടങ്ങള് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അപ്പൊ 8-ാം ഭാവം വളരെ അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഭാവമാണ് ജ്യോതിഷത്തിൽ. 8-ാം ഭാവം നമ്മുടെ അടുത്ത് കൂടുതൽ ആൾക്കാരും ജാതകം നോക്കാൻ വരുമ്പോൾ 8-ാം ഭാവം കണക്റ്റഡ് ആയിരിക്കും. കാരണം അവർ കഷ്ടപ്പെടുമ്പോൾ മാത്രമേ ജ്യോതിഷനെ ഓർമ്മ വരുള്ളൂ. അല്ലെങ്കിൽ പൊരുത്തം നോക്കാനോ മുഹൂർത്തം നോക്കാനോ വരണം. കൂടുതൽ വരുന്നത് 8-ാം ഭാവത്തിന്റെ കണക്ഷനിലായിരിക്കും. അപ്പൊ 8-ാം ഭാവം ജ്യോത്സ്യന് അരി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഭാവമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ 8-ാം ഭാവത്തിൽ നല്ല വശങ്ങളും നമ്മൾ എടുക്കണം. നമ്മൾ ഈ കർമ്മ അലൈൻമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ നല്ല വശങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. ആ ഭാവത്തിനെ നമ്മൾ അങ്ങ് ആക്റ്റീവാക്കി കൊടുക്കണം. അത് സ്വമേധയാ ആക്റ്റീവ് ആവുന്നതിന് മുന്നേ നമ്മൾ അങ്ങ് ആക്റ്റീവാക്കി കൊടുക്കണം. അപ്പോഴത് ആ ആക്റ്റീവില് നമ്മൾ വെള്ളം ഒഴുകി വരുമെന്നറിയാം. അത് എപ്പോഴായാലും ആ ഡാം പൊട്ടും, അല്ലെങ്കിൽ ഇന്ന വെള്ളം നമ്മളെ അടുത്ത് പറമ്പിലേക്ക് ഒഴുകി വരും, ഇന്ന മഴയത്ത് അത് ഒഴുകി വരുമെന്നെങ്കിൽ നമ്മൾ ആദ്യമേ ചാല് കയറി വെച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് അതങ്ങ് ഒഴുകി അങ്ങ് കിട്ടും. അത് 8-ാം ഭാവം. മീൻസ് വെള്ളം ഒഴുക്കി കളയുന്നത് 8-ാം ഭാവമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ കർമ്മ അലൈൻമെന്റ് ചെയ്യുമ്പോൾ 8-ാം ഭാവത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 9-ാം ഭാവം, ഈ 8-ാം ഭാവത്തിൽ സൂര്യൻ കണക്റ്റായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സോൾ പർപ്പസ്, അദ്ദേഹത്തിന്റെ ആത്മാവിനകത്ത് ബന്ധങ്ങളാണ്. 8-ൽ സൂര്യൻ നിൽക്കുന്ന ആള് എപ്പോഴും ഉൾവലിയുന്ന സ്വഭാവക്കാരനായിരിക്കും. അദ്ദേഹം സമൂഹത്തിൽ നിന്ന് മാറി ഈ വേറൊരു അഡിക്ഷൻ, ഒന്നുകിൽ ലഹരി ഉപയോഗിച്ചിട്ട് ഈ ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാരെ പോലെ ആയിരിക്കാം, ഒന്നുകിൽ സ്പിരിച്വൽ ലഹരിയിലായിരിക്കാം, ഒരു സിദ്ധന്റെ ലുക്കിൽ നടക്കുന്ന ആൾക്കാരായിരിക്കും, ഒരു സയന്റിസ്റ്റുകളെ പോലെയുള്ള, അതായത് ഭൗതിക ജീവിതത്തിന്റെ വേറെ ലോകത്തായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലോകത്തായിരിക്കും. അത് 8 എന്ന് പറയുന്ന ഒരു നിഗൂഢ ലോകം, ഒരു രഹസ്യ ലോകമാണ്. നമ്മൾ പറയുന്നില്ലേ ഈ അണ്ടർവേൾഡ് എന്നൊക്കെ പറയുന്നത്, അത് 8-ാം ഭാവം, ഒരു രഹസ്യ ലോകം 8-ാം ഭാവമാണ്. നമ്മുടെ അതെല്ലാം 8ആണ്. അതിനകത്ത് ക്രിമിനൽസും ഉണ്ടാവും, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ക്രിമിനൽസുകൾക്ക് 8-ാം ഭാവമായിട്ട് ഉണ്ടാവും. ഈ സ്പിരിച്വാലിറ്റിയിൽ മുങ്ങിത്തപ്പുന്നവര് 8-ാം ഭാവമായിട്ട് ഉണ്ടാവും. ഈ സ്പിരിറ്റുകൾ, പ്രേതങ്ങൾ 8-ാം ഭാവമായിട്ട് വിഷയത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം 8-ാം ഭാവം. ആ കണക്ഷൻസ് എല്ലാം 8-ാം ഭാവമാണ്.